ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം. ഞാൻ സഞ്ജി. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ K1-ന്റെ എക്സാം ജനുവരിയിൽ കഴിഞ്ഞു അല്ലേ? എല്ലാവരും നല്ല കോൺഫിഡൻസോട് കൂടി, ആത്മവിശ്വാസത്തോടു കൂടി എക്സാം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ K1-ന് ചോദിച്ച ചില ചോദ്യങ്ങൾ, EVS-ൽ നിന്ന് ചോദിച്ച ചില ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇനി വരാൻ പോകുന്നവർ ഏതെല്ലാം ഭാഗങ്ങൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം അല്ലെ, ഇനി അടുത്ത കേട്ടറ്റിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അപ്പം അതിന് ഏതെല്ലാം ഭാഗങ്ങൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ചോദ്യം ഇതാണ്: റോക്കറ്റ് വിക്ഷേപണത്തിൽ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന ശാസ്ത്ര നിയമം. അവിടെ K1-ന് ചോദിച്ച ചോദ്യമാണ്. ഏറ്റവും റീസെൻ്റ്ലി ജനുവരിയിലെ K1-ന് ചോദിച്ച ചോദ്യമാണ്. റോക്കറ്റ് വിക്ഷേപണം നമുക്കറിയാം അല്ലേ? ന്യൂട്ടന്റെ തേർഡ് ലോ പറയുന്നത് എന്താണ്? എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും എന്നുള്ളതാണ് എന്ത് പറയുന്നത്? ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം പറയുന്നത് അല്ലേ? ഇപ്പോൾ റോക്കറ്റ് പ്രവർത്തിക്കുന്നത് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ് ആൻസർ എന്ന് പറയുന്നത്. ന്യൂട്ടന്റെ ആ ചലന നിയമങ്ങൾ, ന്യൂട്ടന്റെ 3 ചലന നിയമങ്ങളും അതിന്റെ കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷനുകളും അതിന്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം അല്ലെ? ചലനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഇത് ഓൾറെഡി ചോദിച്ച ചോദ്യം, ഇതേപോലുള്ള ചോദ്യങ്ങൾ പലതവണ എന്ത് ചെയ്യുന്നു, കേട്ടറ്റിനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത്, ഓൾറെഡി കേട്ടറ്റിന് എപ്പോഴും വരുന്നൊരു ചോദ്യം, നമ്മുടെ കൃഷിയിൽ നിന്നുള്ള എപ്പോഴും വരുന്ന അല്ലെ, കേട്ടറ്റിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചോദ്യം എന്ന നിലയിൽ ചോദിച്ച ചോദ്യമാണ്. എന്താണ് ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്? നമുക്കറിയാം എന്താണ് ഈ പ്രാവശ്യം ചോദിച്ച ചോദ്യം. എന്താണ്? തേനീച്ച വളർത്തൽ, മീൻ വളർത്തൽ, മുയൽ വളർത്തൽ, പട്ടുനൂൽ പുഴു വളർത്തൽ. ക്യൂണിക്കൾച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള മുയൽ വളർത്തൽ അല്ലെ? ശാസ്ത്രീയമായിട്ടുള്ള മുയൽ വളർത്തലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂണിക്കൾച്ചർ എന്ന് മനസ്സിലാക്കുക. തേനീച്ച വളർത്തലിനെ നമ്മൾ എന്താ പേര് വിളിക്കുന്നത്? ശാസ്ത്രീയമായിട്ടുള്ള തേനീച്ച വളർത്തൽ. ശാസ്ത്രീയമായിട്ടുള്ള തേനീച്ച വളർത്തലാണ് എന്തെന്ന് പറയുന്നത്? എപ്പികൾച്ചർ എന്ന് പറയുന്നത്. എപ്പികൾച്ചർ അല്ലെ? എപ്പികൾച്ചർ എന്ന് പറയുന്നത്. അതേപോലെ മീൻ വളർത്തൽ നമ്മൾ പിസികൾച്ചർ എന്നാണ് പറയുന്നത്. പിസികൾച്ചർ അല്ലെ? പിസികൾച്ചർ ശാസ്ത്രീയമായിട്ടുള്ള മീൻ വളർത്തൽ അല്ലെങ്കിൽ മത്സ്യകൃഷിയെ നമ്മൾ വിളിക്കുന്ന പേര് പിസികൾച്ചർ എന്നാണ്. അടുത്തത് പട്ടുനൂൽ പുഴുവിലേക്ക് വരുമ്പോൾ എന്താണ്? ശാസ്ത്രീയമായിട്ടുള്ള പട്ടുനൂൽ പുഴു വളർത്തൽ നമ്മൾ സെറികൾച്ചർ എന്നാണ് പറയുന്നത്. സെറികൾച്ചർ അല്ലെ? ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് K1-ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അത് ആ ഒരു ഏരിയാസ് ക്ലിയർ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇനി വരാൻ പോകുന്ന കേട്ടറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് കൂടി മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കൊള്ളുക. താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്താണ് ഈ ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയുന്നത്? ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളെയാണ് ഈ ഹരിതഗൃഹവാതകം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇത് നമ്മുടെ ഭൂമിയാണെന്ന് മനസ്സിലാക്കുക അല്ലെ? നമ്മുടെ ഭൂമി, നമ്മുടെ എർത്താണ്, ഭൂമിയാണ് അല്ലെ? ഇത് നമ്മുടെ സൂര്യനാണ് അല്ലെ? അങ്ങനെ ഭൂമി, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന പ്രകാശം നമ്മൾ സൗരവികിരണം എന്നാണ് പറയുന്നത്. അങ്ങനെ സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലേക്ക് വരുന്നു. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? സൗരവികിരണം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശം വരുന്നു. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന പ്രകാശത്തെ നമ്മൾ വിളിക്കുന്ന പേര് സൗരവികിരണം എന്നാണ്. ആണോ? ഈ സൗരവികിരണം നമ്മുടെ ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു? തിരിച്ച് പ്രതിപതിച്ച് അന്തരീക്ഷത്തിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെ ഭൂമിയിൽ നിന്ന് പ്രതിപതിച്ച് അന്തരീക്ഷത്തിലേക്ക് പോകുന്ന വികിരണത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഭൗമവികിരണം അല്ലെ? വികിരണം. 2 കാര്യം പറഞ്ഞു. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന പ്രകാശരശ്മി അല്ലെ, പ്രകാശത്തെ നമ്മൾ വിളിക്കുന്ന പേര് സൗരവികിരണം എന്നാണ്. ഈ സൗരവികിരണം നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നു. ഭൂമിയിൽ വന്ന് പതിച്ച് അത് തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് തന്നെ പോകുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഭൗമവികിരണം. അങ്ങനെ സൗരവികിരണം എന്താണ്, ഭൗമവികിരണം എന്താണ്? സൂര്യനിൽ നിന്ന് വരുന്ന സൗരവികിരണവും ഭൂമിയിൽ നിന്ന് തിരിച്ച് പ്രതിപതിച്ച് പോകുന്നത് ഭൗമവികിരണവും.
ഇനി ചില വാതകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, മീഥെയിൻ എന്ന് തുടങ്ങിയ വാതകങ്ങൾ അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, മീഥെയിൻ തുടങ്ങിയ വാട്ടർ വേപ്പർ പോലുള്ള വാതകങ്ങൾ ഈ അന്തരീക്ഷത്തിൽ കൂടുതലാണ് എങ്കിൽ, അന്തരീക്ഷത്തിൽ ഈ വാതകങ്ങളുടെ അളവ് കൂടുതലാണ് എങ്കിൽ, അത് ഈ സൗരവികിരണത്തെ കടത്തിവിടുകയും സൂര്യനിൽ നിന്നുള്ള പ്രകാശരശ്മി ഭൂമിയിലേക്ക് കടത്തിവിടുകയും പക്ഷേ ഭൗമവികിരണത്തെ എന്ത് ചെയ്യത്തില്ല? കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്നു. ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തും. സൂര്യനിൽ നിന്ന് പ്രകാശം വരികയും പക്ഷെ ഭൂമിയിൽ നിന്ന് പ്രകാശം എന്ത് ചെയ്യത്തില്ല? അത് അന്തരീക്ഷത്തിലേക്ക് വിടാതിരിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്നു. തന്മൂലം നമ്മുടെ അന്തരീക്ഷത്തിന്റെ താപനില വർദ്ധിക്കുന്നു അല്ലെ. ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. ആ ഹരിതഗൃഹ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാകുന്ന, ഇവിടെ കുറച്ച് വാതകങ്ങളുടെ പേര് പറഞ്ഞു, ആ വാതകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെല്ലാമാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, മീഥെയിൻ തുടങ്ങിയ വാതകങ്ങളാണ് ഏത് ഹരിതഗൃഹ വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ അന്തരീക്ഷത്തിലെ ഇതിൻ്റെ അളവ് കൂടുതലാണ് എങ്കിൽ അത് സൗരവികിരണത്തെ കടത്തിവിടുകയും ഭൗമവികിരണത്തെ കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്നു. തന്മൂലം നമ്മുടെ അന്തരീക്ഷത്തിന്റെ താപനില വർദ്ധിക്കുന്നു. ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേര്, ആ പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് മനസ്സിലാക്കുക? ഹരിതഗൃഹ പ്രഭാവം എന്ന് മനസ്സിലാക്കുക. ഹരിതഗൃഹ പ്രഭാവം എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, മീഥെയിൻ തുടങ്ങിയ വാതകങ്ങളാണ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് എന്തല്ല? ഒരു ഹരിതഗൃഹ വാതകം അല്ല, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കിട്ടിയല്ലോ. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, മീഥെയിൻ തുടങ്ങിയതാണ് ഹരിതഗൃഹ വാതകങ്ങൾ. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. ഇനി ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹരിതഗൃഹ വാതകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് കൂടി മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ആ പറഞ്ഞ കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. കാരണം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഉൾപ്പെടെ വരുന്നതാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം കണ്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺസെപ്റ്റ് ബേസ് ചെയ്ത് പഠിക്കുന്ന ഒരു ചോദ്യമാണ്. ലെൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ചോദ്യമാണ്. അടുത്തുള്ള വസ്തുക്കളിൽ നിന്ന് പ്രകാശം റെറ്റിനയ്ക്ക് പിന്നിലായി ഫോക്കസ് ചെയ്യപ്പെടുന്നു. റെറ്റിനയ്ക്ക് പിന്നിലായിട്ട് പ്രകാശം ഫോക്കസ് ചെയ്യപ്പെടുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തത് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം. അപ്പോൾ അത് ഏതാണ് എന്നുള്ളതാണ്. ദീർഘദൃഷ്ടി, ഹ്രസ്വദൃഷ്ടി, വർണ്ണാന്തത, ഗ്ലോക്കോമ. നോക്കിക്കൊള്ളുക, ദീർഘദൃഷ്ടിയിലേക്ക് വരാം. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദീർഘദൃഷ്ടിയാണ്. ദീർഘദൃഷ്ടിയിലേക്ക് വരാം. നോക്കിക്കൊള്ളുക, നമുക്കറിയാം സാധാരണഗതിയിൽ പ്രകാശരശ്മി വന്ന് പതിക്കുന്ന റെറ്റിനയിലാണ്. റെറ്റിനയിൽ പ്രകാശരശ്മി പതിക്കുമ്പോഴാണ് അവിടെ പ്രതിബിംബം രൂപപ്പെടുന്നത്. പക്ഷേ ഈ ദീർഘദൃഷ്ടി ഉള്ളവർക്ക്, ഇതാണ് അവരുടെ നേത്രകോടരം എന്ന് പറയുന്നത്. ആ നേത്രകോടരം വളരെ ചെറുതായിരിക്കും അല്ലെ. നേത്രകോടരം ചെറുതായി പോകുന്നു, അല്ലെങ്കിൽ അതിന്റെ ഫലമായിട്ട് പ്രകാശരശ്മി ഒന്ന് പതിക്കുന്നത് എവിടെയാണ്? റെറ്റിനയ്ക്ക് പിന്നിലാണ്. കണ്ടോ, റെറ്റിനയ്ക്ക് പിന്നിലാണ് പ്രകാശരശ്മി പതിക്കുന്നത്. ആ ന്യൂനത പരിഹരിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? അവിടെ എന്ത് വെച്ചാൽ മതി? ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇത്തരത്തിൽ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ ഈ കോൺവെക്സ് ലെൻസ് പ്രകാശരശ്മി എന്ത് ചെയ്യുന്നു? റെറ്റിനയിലേക്ക് തന്നെ പതിപ്പിക്കുന്നു അല്ലെ. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ദീർഘദൃഷ്ടി. ദീർഘത്തിലുള്ളതിനെ ദൃഷ്ടമാകും. അതായത് ദൂരെയുള്ളതിനെ കാണാം, അടുത്തുള്ളതിനെ കാണാനായിട്ട് സാധിക്കില്ല. ദീർഘദൃഷ്ടി ദൂരെയുള്ളതിനെ കാണാം. അപ്പോൾ ദൂരെയുള്ളതിനെ കാണാം, അടുത്തുള്ളതിനെ കാണാൻ സാധിക്കില്ല. ആ ഒരു അവസ്ഥയാണ് ദീർഘദൃഷ്ടി, അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ദീർഘദൃഷ്ടി എന്ന് പറയുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകാശരശ്മി റെറ്റിനയ്ക്ക് പിന്നിൽ പതിക്കുന്നതാണ്. അത് എന്തുപയോഗിച്ച് പരിഹരിക്കാം? ഈ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാമെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഹ്രസ്വദൃഷ്ടി എന്നും കൂടി മനസ്സിലാക്കുക. രണ്ടും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ പലവർക്കും ഇത് തെറ്റിയിട്ടുണ്ടാവും, കാരണം കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ട് രണ്ടും കൂടെ പഠിച്ചു വെക്കും. ഒരെണ്ണം മാത്രം പഠിക്കുക, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്തതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യം സിമ്പിളാണ്. അപ്പൊ അത്തരത്തിലൊരു ചോദ്യമായിരുന്നു. പിന്നെ ആൻസർ എന്ത് വരും? അത് ദീർഘദൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കുക. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കുന്നത് ദീർഘദൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുക. കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഏകകോശ ജീവികൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളുടെ കൂട്ടം പ്രോട്ടിസ്റ്റ അല്ലേ.
വട്ടച്ചൊറി, വളങ്കടി, സോറിയാസിസ് അല്ലെ, ഇത് പ്രധാനമായിട്ടും ഫംഗസുകളാണ് വട്ടച്ചൊറി എല്ലാം ഉണ്ടാക്കുന്നത്. ഡെങ്കിപ്പനി, കോളറ, ക്ഷയം ബാക്ടീരിയ അല്ലെ, ബാക്ടീരിയ വൈറസുകൾ വരുന്ന രോഗങ്ങളാണ് ഇവ എന്ന് പറയുന്നത്. ചിക്കൻ ഗുനിയ, പക്ഷിപ്പനി, ചിക്കൻ ബോക്സ് അല്ലെ, വൈറസ് വരുന്ന രോഗങ്ങളാണ്. അടുത്ത മലേറിയ, അമീബിക് ഡിസെൻട്രി, അതേപോലെ സ്ലീപ്പിംഗ് സിക്നസ്. ഏതാണ് ഈ മലേറിയ ആണെങ്കിലും അമീബിക് ഡിസെൻട്രി ആണെങ്കിലും സ്ലീപ്പിംഗ് സിക്നസ് ആണെങ്കിലും ആര് പരത്തുന്ന രോഗമാണ്? പ്രോട്ടിസ്റ്റ പരത്തുന്ന രോഗമാണ്. അപ്പോൾ പ്രോട്ടിസ്റ്റ പരത്തുന്ന രോഗം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോട്ടിസ്റ്റ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? മലേറിയ, അമീബിക് ഡിസെൻട്രി, അതേപോലെ സ്ലീപ്പിംഗ് സിക്നസ്. അതേപോലെ മലേറിയ പരത്തുന്ന പ്രോട്ടിസ്റ്റ് ഏതാണെന്ന് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഏതാണ് പ്രോട്ടിസ്റ്റ് അല്ലെങ്കിൽ പ്രോട്ടോസോവൻസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് മലേറിയ പരത്തുന്ന? പ്ലാസ്മോഡിയം ആണ് എന്ന് മനസ്സിലാക്കുക. അതും കൂടെ കണക്ട് ചെയ്ത് പഠിച്ചേക്കാം. ഇപ്പോൾ രോഗങ്ങളും രോഗകാരികളും വളരെ നല്ലൊരു ടോപ്പിക്കാണ്, വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ക്ലിയർ കട്ടായിട്ട് കൺസെപ്റ്റ് ബേസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് നമ്മുടെ രോഗങ്ങളും രോഗകാരികളും. ഇനി പ്രിപ്പയർ ചെയ്യുന്നവരെ എന്ത് ചെയ്യുക? ഈ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ഏരിയയ്ക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഭക്ഷ്യശൃംഖലയിൽ സസ്യാഹാരികൾ താഴെ പറയുന്നവയിൽ ഏതിൽ ഉൾപ്പെടുന്നു? അല്ലെ, നമുക്കറിയാം ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് അല്ലേ. ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് നമുക്കൊരു എക്സാമ്പിൾ ഒരു ഫുഡ് ചെയിൻ എഴുതി നോക്കാം. ആദ്യം പുല്ല് കഴിക്കുന്നത് പുൽച്ചാടിയെ ഭക്ഷണമാക്കുന്നത് തവള ഭക്ഷണമാക്കുന്നത് പാമ്പിനെ ഭക്ഷണമാക്കുന്നത് പരുന്ത് അല്ലേ. അപ്പോൾ ഇതാണ് ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് ആക്ച്വലി എനർജിയുടെ ഫ്ലോ. ഇതാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. പരുന്ത്. അപ്പോൾ നോക്കിക്കൊള്ളുക, പുല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? പുല്ലിനെ നമ്മൾ വിളിക്കുന്ന പേര് ഉൽപാദകർ എന്നാ. ഉൽപാദകർ. കാരണം നമ്മുടെ ജീവമണ്ഡലത്തിന്റെ ഉൽപാദകർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സസ്യങ്ങളാണ്, ഹരിത സസ്യങ്ങളാണ്. കാരണം അവയ്ക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ എന്ത് നിർമ്മിക്കുവാൻ സാധിക്കുകയുള്ളൂ? ആഹാരം നിർമ്മിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവമണ്ഡലത്തിന്റെ ഉൽപാദകർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് സസ്യങ്ങൾ, ഹരിത സസ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അവരെയാണ് നമ്മൾ ഉൽപാദകർ എന്ന് വിളിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാവരെയും പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത് അവരെല്ലാവരെയും നമ്മൾ ഉപഭോക്താക്കൾ എന്നാണ് വിളിക്കുന്നത്. കാരണം അവരെല്ലാവരും ഈ സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നു. സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ബാക്കി ജീവജാലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് പറയും. ഓക്കെ, ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ്. ഇവിടെ ഭക്ഷ്യശൃംഖലയിൽ സസ്യാഹാരികൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സസ്യാഹാരികൾ അതായത് സസ്യാഹാരികൾ, സസ്യത്തെ ആഹാരമാക്കുന്നവരാണ് സസ്യാഹാരികൾ, അല്ലെങ്കിൽ നമ്മൾ ഹെർബിവോസ് എന്ന് പറയും. ഇവിടെ സസ്യാഹാരികൾ എന്ന് പറയുന്നത് എന്താണ്? പ്രാഥമിക ഉപഭോക്താക്കൾ അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ്. പുല്ല് ഡയറക്റ്റ് കഴിക്കുന്ന ജീവജാലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്നാണ്. പുല്ല് തിന്നുന്ന പുൽച്ചാടി പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ്. പുല്ല് തിന്നുന്ന ആട് പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ്. പുല്ല് തിന്നുന്ന പശു പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ്. അങ്ങനെ പുല്ലിനെ അല്ലെങ്കിൽ സസ്യങ്ങളെ നേരിട്ട് ആഹാരമാക്കുന്ന ജീവികളെ നമ്മൾ വിളിക്കുന്ന പേര് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്നാണ്. ഇനി ശ്രദ്ധിച്ചോളുക, ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഭക്ഷണമാക്കുന്നത്, അതായത് ഇവിടെ പുൽച്ചാടിയെ ഭക്ഷണമാക്കുന്നവർ, ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഭക്ഷണമാക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന പേര് സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്നാണ്. ഇവിടെ പുൽച്ചാടിയെ ഭക്ഷണമാക്കുന്ന തവളയെ നമ്മൾ വിളിക്കുന്ന പേര് സെക്കൻഡറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ദ്വിതീയ ഉപഭോക്താക്കൾ എന്നാണ്. ഓക്കെ അല്ലേ. അപ്പൊ എന്താണ് ദ്വിതീയ ഉപഭോക്താക്കൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ ഭക്ഷണമാക്കുന്നു? പ്രൈമറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പ്രാഥമിക ഉപഭോക്താക്കളെ ഭക്ഷണമാക്കുന്നവരാണ് നമ്മൾ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പാമ്പിലേക്ക് വരുമ്പോൾ പാമ്പ് അല്ലെങ്കിൽ പരുന്ത് അല്ലെങ്കിൽ പാമ്പിലേക്ക് വരുമ്പോൾ പാമ്പ് എന്ന് പറയുന്നത് ടേർഷറി കൺസ്യൂമേഴ്സ് ആണ്. ടേർഷറി കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ ആരെ? ഈ തവളയെ ഭക്ഷണമാക്കുന്നവർ അല്ലെങ്കിൽ അല്ലെ, ഇവരെ നമ്മൾ വിളിക്കുന്ന പേര് കാർണിവോസ് എന്നാണ്. ആ തവളയെ ഭക്ഷണമാക്കുന്ന ജീവജാലങ്ങളെ നമ്മൾ വിളിക്കുന്നവർ ടേർഷറി കൺസ്യൂമേഴ്സും. പിന്നീട് അങ്ങോട്ട് കോട്ടണറിയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഇത് മൂന്നും പഠിക്കുക: പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടേർഷറി കൺസ്യൂമേഴ്സ്. പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് നേരിട്ട് ഭക്ഷണമാക്കുന്നവർ പ്രൈമറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പ്രാഥമിക ഉപഭോക്താക്കളെന്നും, പുല്ല് ഭക്ഷണമാക്കുന്ന ജീവികളെ കഴിക്കുന്നവർ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്നും, ആ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ഭക്ഷണമാക്കുന്നവർ അല്ലെങ്കിൽ ദ്വിതീയ ഉപഭോക്താക്കളെ ഭക്ഷണമാക്കുന്നവരെ നമ്മൾ തൃതീയ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ടേർഷറി കൺസ്യൂമേഴ്സ് എന്നും കൂടി വിളിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കൊള്ളുക, സസ്യാഹാരികൾ ഏതിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചു. സസ്യാഹാരികൾ എന്ന് പറയുമ്പോൾ സസ്യത്തെ ആഹാരമാക്കുന്നവർ, അവർ ഏതിലാണ് വരുന്നത്? പ്രൈമറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പ്രാഥമിക ഉപഭോക്താക്കളാണ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞില്ലേ,
കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്തിച്ചേരാം. അതേപോലുള്ള ചോദ്യങ്ങളാണ് ഈ പ്രാവശ്യം ചോദിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നതിൽ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ് ഏതാണ്? ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ് ഏതാണ് നമുക്കറിയാം. ഏതാണ്? ആ ഹിമാനികൾ അല്ലെങ്കിൽ ഹിമപാളികളാണ് ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ് അല്ലേ? നമ്മളത് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഈ തവണ കേട്ടറ്റിന് ചോദിച്ചത്. ഈ തവണ കേട്ടറ്റിന് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇത് കൂടാതെ നമുക്ക് പ്രധാനമായിട്ടും വന്നത് നമ്മുടെ പെഡഗോഗി ചോദ്യങ്ങളാണ്. സയൻസിൻ്റെ ഒരുപാട് പെഡഗോഗി ചോദ്യങ്ങൾ നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലുള്ള നമുക്ക് ഈ ഒരു ചോദ്യങ്ങൾ നോക്കുമ്പോൾ അറിയാം കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു റാങ്ക് ഫയൽ തുറന്നു വെച്ച് ചുമ്മാ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന പഠിത്തമല്ല നമ്മൾക്ക് കേട്ടറ്റിന് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കേട്ടറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാര്യം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഇപ്പോൾ കേട്ടറ്റും ഉയർന്നു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കൺസെപ്റ്റ് ക്ലിയർ ആക്കിയുള്ള പഠനമാണ്. നമ്മൾ ചുമ്മാതെ റൂട്ട് ലേണിംഗ് അല്ല, കാണാതെ പഠിക്കുന്ന ബൈഹാർട്ട് ലേണിംഗ് അല്ല. കൺസെപ്റ്റ് മനസ്സിലാക്കി അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തന്നെ. റൂട്ട് ലേണിങ്ങിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. റൂട്ട് ലേണിംഗ് ഇമ്പോർട്ടൻസ് കൊടുക്കുക മീൻസ് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം, പക്ഷെ എന്ത് ചെയ്യുക, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ കണ്ടു, സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണെങ്കിലും വൺ വേർഡ് ടൈപ്പ് ചോദ്യങ്ങളാണെങ്കിലും അവിടെ കൺസെപ്റ്റിന് പ്രാധാന്യമുള്ള ചോദ്യങ്ങളാണ് ഈ വരുന്നതെല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയുള്ള കേട്ടൊരു പഠനം എന്ന് പറയുന്നത് അതിനെ മുൻനിർത്തിയുള്ള ഒരു പഠനം തന്നെ ആയിരിക്കണം. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പുതിയൊരു ബാച്ച് കേട്ടൻ്റെ 5.0 എന്ന് പറയുന്ന K1ൻ്റെ 5.0 എന്ന് പറയുന്ന ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൺസെപ്റ്റ് ബേസ് ചെയ്ത് അടുത്ത എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു തുടങ്ങാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് മനസ്സിലാക്കുക. ഈ ഒരു ബാച്ചിനെ കുറിച്ച് അറിയാനും ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.